ചേച്ചിയെ കൈ നീട്ടിക്കേ. നീട്ട്. എന്തിനാ? ആ കൈയും നീട്ടുന്നേ. എന്താ ദേവികെ? വളകള്. ഇത് നിന്റെ വളകളല്ലേ? നന്ദുന്റെ കൂടെ പോന്നു അറിഞ്ഞപ്പോ അമ്മയെടുത്ത് ബാഗിൽ വെച്ച് തന്ന വളകളാ ഇതൊക്കെ. ചേച്ചി, വിവാഹത്തിന് പുതിയ സ്വർണ്ണ സമ്മാനം കൊടുക്കണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ ഇതിപ്പോ അവസ്ഥ അറിയാലോ. ചേച്ചി ഇത് വെച്ചോ. പുതിയ സ്വർണം പഴയ സ്വർണം അതൊന്നുമല്ല ഞാൻ പറയുന്നേ. എനിക്കറിയാം നിനക്ക് ആകെപ്പാടുള്ള ആഭരണങ്ങളായത്. അത് നീ എനിക്കെടുത്ത് തരുന്നോ? ഞാനിത് വാങ്ങില്ല. നീ എത്ര നിർബന്ധിച്ചാലും വാങ്ങില്ല ദേവികെ. ചേച്ചി, എന്റെ സ്വന്തം ചേച്ചിയുടെ കല്യാണത്തിന് ഈ അനിയത്തി തരുന്ന സമ്മാനം ചേച്ചി വാങ്ങില്ലേ? പക്ഷെ ദേവികെ, ഇതൊക്കെ നീ എനിക്ക് തന്നു കഴിഞ്ഞാ കല്യാണത്തിനും മറ്റു ഫംഗ്ഷനൊക്കെ നീ എന്തിടും? വേണ്ട, ഇത് മോളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇന്ന് തന്നെ ഞാൻ ഇടട്ടെ. ഡീ, കൈ ഇങ്ങോട്ട് കാണിക്കേ. അടങ്ങി നിൽക്കാനല്ലേ പറഞ്ഞേ? നീ എന്നോട് കാണിക്കുന്ന സ്നേഹം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. അമ്മേ, ദേവിക അവളുടെ സ്വർണ്ണാഭരണങ്ങൾ എനിക്കെടുത്ത് തന്നിരിക്കോ? വേണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. ഇങ്ങനെ ഒരു അനിയത്തെ കിട്ടിയത് നിന്റെ ഭാഗ്യ രജനി. അതേ ഞാൻ പറയുന്നുള്ളൂ. പൊന്നുകൊണ്ട് മോടി വേണം കതിർ മണ്ഡപത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാനെന്നൊക്കെ കരുതിയിരുന്നതാ. പക്ഷെ നിനക്കറിയല്ലോ, നമ്മുടെ ചുറ്റുപാടുകളൊക്കെ മാറിപ്പോയി. നിനക്ക് തരാൻ കുറച്ച് സ്വർണം ഞാനും എടുത്തു വച്ചിട്ടുണ്ട്. നമുക്കിനി വീണ്ടും നല്ല കാലം വരാതിരിക്കില്ല. അന്നമ്മ കടമൊക്കെ വീട്ടിക്കോളാം. ഇപ്പൊ പക്ഷേ ഇങ്ങനെ നിന്റെ വിവാഹം നടത്താൻ പറ്റൂ. അമ്മ പറയുന്നത്? ഇനി അമ്മ 100-500 പവന്റെ ആഭരണങ്ങളാണ് എനിക്ക് ധരിക്കാൻ തരുന്നെങ്കിലും അമ്മയുടെ സ്നേഹത്തിന്റെ അത്രയും തിളക്കം അതിന് കിട്ടില്ല. തീർച്ചയായും അമ്മയുടെ മനസ്സും ചിരിച്ച മുഖമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം. പിന്നെ അമ്മ പറഞ്ഞ പോലെ ഇങ്ങനൊരു അനിയത്തി കിട്ടിയതും പിന്നെ എന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആള് പൊന്നും പണമൊന്നും മോഹിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ സ്ത്രീധനത്തിന്റെ സ്വർണത്തിന്റെ പേര് പറഞ്ഞ് അവൾ
അവിടെ ഒരു വിഷമം എനിക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. അമ്മേ, ഇവിടുത്തെ ബുദ്ധിമുട്ടിന്റെ ഇടയിൽ ഇവിടുന്ന് സ്വർണം വാങ്ങിയതിലായിരിക്കും അവിടെ എന്നെ വഴക്ക് പറയാൻ പോകുന്നത്.